കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സജീവമായി നടക്കുന്ന ഒരാൾ പൊടുന്നനെ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു. ഇത്തരം വാർത്തകൾ നമ്മൾ നിരന്തരമായി കേൾക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഇവിടെ വാക്സിനേഷൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് കൊണ്ടാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയ പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഫ്റ്റർ ഇഫക്ട്സും ഇല്ലെന്നുള്ളതാണ്. എല്ലാ വാക്സിനേഷനും കൊടുത്തതിന് ശേഷം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും വാക്സിനേഷൻ കോമ്പൻസേഷൻ പ്രോഗ്രാം ഉണ്ട്. ഇന്ത്യയിൽ മാത്രമാണ് ഈ വാക്സിനേഷൻ കോമ്പൻസേഷൻ പ്രോഗ്രാം ഇല്ലാത്തത്. അതുകൊണ്ട് വാക്സിൻ എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഡെത്തിനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾക്ക് അതിന് ക്ലെയിം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് അല്ലെങ്കിൽ ഒരു ലോ ഇവിടെ നിർമ്മിക്കപ്പെടണം. സഡനായിട്ട് കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ള ഒരു പ്രതിഭാസം എന്ന് പറയുന്ന കാര്യം ഒരിക്കലും പുതുതല്ല. അത് പണ്ട് മുതലേ ഉള്ളതാണ്. കോവിഡിന് മുന്നേ സമയത്ത് വരെ ഒരു പ്രതിവർഷം 1700-ൽ ഒരാളെന്ന രീതിയിൽ 35 തൊട്ട് 45 വയസ്സുള്ള ചെറുപ്പക്കാർ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. എല്ലാ പഠനങ്ങളും ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി തന്നെ എല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്നത് കോവിഡ് വാക്സിൻ കൊണ്ടുള്ള മരണമല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരു വാക്സിൻ കാരണം എത്രയോ ആൾക്കാരെ നമ്മൾ രക്ഷിച്ചു കൊണ്ടുപോയതിൽ അതിനെതിരെ നടത്തുന്ന ദുർപ്രചരണം ഒരിക്കലും ശാസ്ത്രീയ അടിസ്ഥാനമുള്ളതല്ല.